ഡിയർ ഫ്രണ്ട്സ്, ഹാർട്ടി വെൽക്കം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത്? വൈ യു ആർ ഹിയർ ഓർ വൈ യു ആർ വാച്ചിങ് ദീസ് വീഡിയോസ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്? ബിക്കോസ് യു വാണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഐ ആം ഷുവർ യു ഹാവ് ബീൻ ഡൂയിങ് സോ മെനി തിങ്സ്. എനിക്കുറപ്പുണ്ട് നിങ്ങൾ ഒരുപാട് കാലമായി കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് പഠിക്കാനായി. അതാണ് യു ഹാവ് ബീൻ ഡൂയിങ് സോ മെനി തിങ്സ്. മുമ്പ് തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. ബട്ട് ഇഫ് യു അനലൈസ് യുവർ പ്രോഗ്രസ്, നിങ്ങളുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ വൺ തിങ്, ദാറ്റ് ഈസ് യുവർ പ്രോഗ്രസ് ഈസ് വെരി ലിറ്റിൽ. നിങ്ങളുടെ പ്രോഗ്രസ് വളരെ കുറവാണ്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദിസ്? ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ പിറകുള്ള ഒരു കാര്യം, ദ മെയിൻ റീസൺ ബിഹൈൻഡ് യുവർ ലാക്ക് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് യു ആർ ലേണിംഗ് മോർ ആൻഡ് മോർ ഗ്രാമർ റൂൾസ്. ഒരുപാട് ഗ്രാമർ റൂൾസ് വീണ്ടും വീണ്ടും പഠിക്കുന്നു, അഡ്വാൻസ്ഡ് ഗ്രാമർ റൂൾസ്. ആൻഡ് യു ആർ ലേണിംഗ് മോർ വേർഡ്സ്, ബൊമ്പാർഡിങ് വേർഡ്സ്, ഭയങ്കരമായ വേർഡ്സ്, വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീണ്ടും വീണ്ടും പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചു കൂട്ടുന്നു. ബട്ട് വി ആർ നോട്ട് യൂസിങ് ഇറ്റ് എനിവെയർ. നമ്മൾ ഒരിടത്തും അത് ഉപയോഗിക്കുന്നില്ല. ദാറ്റ് ഈസ് ദി മെയിൻ റീസൺ യു ആർ നോട്ട് ഇംപ്രൂവിങ്. ബിക്കോസ് യു ഹാവ് ഇൻ ദ ഓപ്പർച്യൂണിറ്റി ടു യൂസ് ദോസ് വേർഡ്സ്. ആ വേർഡ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാറ്. സോ വാട്ട് വി ക്യാൻ ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ഹാവ് എ സജഷൻ, ദാറ്റ് ഈസ് യു ഷുഡ് സ്റ്റോപ്പ് സ്റ്റഡിയിങ് അഡ്വാൻസ്ഡ് ഗ്രാമർ റൂൾസ് ആൻഡ് ന്യൂ വേർഡ്സ്. ഇൻസ്റ്റഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ്. അതിന് പകരം സംസാരിക്കാനായി തുടങ്ങുക. ഈ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ അതിനകത്തുള്ള സകല റൂളുകളും ആലോചിക്കും. അതില്ലാതെ നിങ്ങൾക്ക് ഐഡിയ ഒന്നും കൺവേ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. ദാറ്റ് ഈസ് നെസസറി. യു ജസ്റ്റ് ട്രൈ ടു കൺവേ യുവർ ഐഡിയാസ് ഓർ ഷെയർ യുവർ ഐഡിയാസ് വിത്തൗട്ട് തിങ്കിങ് സോ മച്ച് അബൌട്ട് ഗ്രാമർ റൂൾസ്. ഗ്രാമർ റൂൾസിനെ പറ്റി ഒരുപാട് നമ്മൾ ആലോചിക്കാതെ ജസ്റ്റ് ഒന്ന് അത് പറയാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആരുടെ പറയും? ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഹൂം വി ക്യാൻ സ്പീക്ക്. നമുക്ക് ആരുടെ പറയാൻ കഴിയും? ഇനിഷ്യലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ പേഴ്സൺ ഓഫ് യുവർ ചോയ്സ്. നിങ്ങളുടെ ചോയ്സുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ ഇനിഷ്യലി അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ എന്നാൽ എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹം. സോ യു ക്യാൻ ഡു വൺ തിങ്. സെലക്ട് ആൻ ഈസി സബ്ജക്റ്റ് ആൻഡ് ടോക്ക് അബൌട്ട് ദാറ്റ് സബ്ജക്റ്റ് ടു യുവർ സെൽഫ്. അറ്റ്ലീസ്റ്റ് 5 or 10 sentences. ദാറ്റ് ഈസ് നെസസറി. 5 or 10 സെൻറ്റൻസ് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കും, വാട്ട് മേ ബി ദ സബ്ജക്റ്റ്? സബ്ജക്റ്റ് എന്താവാം? സബ്ജക്റ്റ് മേ ബി എനിത്തിങ്. ദ കണ്ടീഷൻ ഈസ് ഇറ്റ് ഷുഡ് ബി സിമ്പിൾ. ദാറ്റ് ഈസ് യു ഷുഡ് ഹാവ് സം നോളജ് അബൌട്ട് ദി സബ്ജക്റ്റ്, അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് സം ഇൻഫർമേഷൻ അബൌട്ട് ദി സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. ദെൻ ഓൺലി യു ക്യാൻ സ്പീക്ക് ഫ്ലുവൻ്റ്ലി ഓർ യു ക്യാൻ കണ്ടിന്യൂസ്ലി സ്പീക്ക് അബൌട്ട് ദാറ്റ് സബ്ജക്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്ജക്റ്റ് ഏതെന്ന് നിങ്ങൾ സംശയിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പറയാം. ഇറ്റ് മേ ബി അബൌട്ട് യുവർ പെറ്റ് കാറ്റ് ഓർ ഡോഗ് ഓർ അബൌട്ട് യുവർ ക്ലോസ് ഫ്രണ്ട്. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ അബൌട്ട് എ ന്യൂസ് പേപ്പർ ഹെഡിങ്, ഒരു ന്യൂസ് പേപ്പർ ഹെഡിങ്ങിനെ കുറിച്ചാണോ? അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു എ സബ്ജക്റ്റ്. ദാറ്റ് ഈസ് വി ഷുഡ് ടോക്ക് അബൌട്ട് എമ്പുരാൻ. എമ്പുരാൻ എന്നുള്ള സിനിമയെക്കുറിച്ച് നമുക്ക് ഒരു 10 സെൻറ്റൻസ് പറയാം. ഐ ആം നോട്ട് ഗോയിങ് ഡീറ്റെയിൽസ് ഇൻ ടു ദി സ്റ്റോറി ഓഫ് എമ്പുരാൻ. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ടു ക്രിറ്റിസൈസ് എമ്പുരാൻ എക്സെട്ര. ബട്ട് ഐ ഹാവ് ഗിവൺ സം കീ വേർഡ്സ് ഹിയർ. ഞാൻ അവിടെ കുറച്ച് കീ വേർഡ്സ് തന്നിട്ടുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസ് പറയാൻ ഒക്കുമോ എന്ന് ശ്രമിച്ചു നോക്കാം. If you do this continuously, surely
യുവർ ഇംഗ്ലീഷ് വിൽ ഇംപ്രൂവ്, യു ക്യാൻ സ്പീക്ക് വെരി വെൽ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ whenever a situation comes, ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് we can use these sentences very easily without any hesitation. ഒരു ഹെസിറ്റേഷനും ഇല്ല, വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് ഈ സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്ന അവസരത്തിൽ പലപ്പോഴും നമുക്ക് പല സെൻറ്റൻസിനകത്തും ചിലപ്പോൾ ആ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ ഒരു സംശയം വന്നേക്കാം, എന്നാലും അവിടെ നിർത്താതെ പറഞ്ഞു പോകും. അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. വളരെ കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ അത് പറഞ്ഞു തീർത്തതിന് ശേഷം ChatGPT മറ്റോ സെർച്ച് ചെയ്യുക, യു വിൽ ഗെറ്റ് ഇറ്റ്. അത് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. ഓക്കെ, ലെറ്റ് us start a few sentences about എമ്പുരാൻ. എമ്പുരാനെ കുറിച്ച് കുറേ സെൻറ്റൻസുകൾ നമുക്കൊന്ന് പറഞ്ഞു. ഓക്കെ, ഡയറക്റ്റഡ് ബൈ, ആ ഡയറക്റ്റ് ചെയ്ത ആരാണെന്നുള്ളതാണ്. പിന്നെ റിട്ടൺ ബൈ, റിലീസ്, അത് റിലീസ് ചെയ്യുന്ന സമയം. അപ്പം ഇങ്ങനെ കുറച്ച് വാക്കുകളാണ് തന്നേക്കുന്നത്. These words are very simple. So let us start. എമ്പുരാൻ is a മലയാളം മൂവി. അതൊരു മലയാളം മൂവിയാണ് അല്ലേ. ഇറ്റ് വാസ് റിലീസ് എ ഫ്യൂ ഡേയ്സ് ബാക്ക്. കുറച്ച് ദിവസം മുമ്പാണത് റിലീസ് ചെയ്തത്. മോഹൻലാൽ ആൻഡ് പൃഥ്വിരാജ് ആർ ആക്ടിങ് ഇൻ ദിസ് ഫിലിം. ദേ ആർ ഹാൻഡ്ലിങ് ഇമ്പോർട്ടൻറ്റ് റോൾസ്. അവരാണ് ഇമ്പോർട്ടൻറ്റ് റോൾസ് കൈകാര്യം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ സുകുമാർ, പൃഥ്വിരാജ് സുകുമാർ. ദെൻ സ്റ്റോറി സ്ക്രീൻപ്ലേ റിട്ടൺ ബൈ മുരളി ഗോപി. നെക്സ്റ്റ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി സെക്കൻഡ് പാർട്ട് ഓഫ് ലൂസിഫർ. ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണത് കണക്കാക്കുന്നത്. ഇനി ആ പടം വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത് നോക്കാം. ആഫ്റ്റർ റിലീസ് മെനി കോൺട്രവേഴ്സീസ് ഡെവലപ്ഡ് ഓർ ഡിസ്പ്യൂട്ട്സ് ഡെവലപ്ഡ്. കുറേ കോൺട്രവേഴ്സി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തർക്കങ്ങൾ ഡെവലപ്പ് ചെയ്തു ആ പടം റിലീസ് ചെയ്തതിന് ശേഷം. അപ്പോൾ എന്താണ് സംഭവിച്ചത്? മോഹൻലാൽ എക്സ്പ്രസ് റിഗ്രറ്റ് ഓവർ ദിസ്. അതിൻ്റെ മേലിൽ മോഹൻലാലൊരു ക്ഷമ പറഞ്ഞു. എന്നിട്ട് ഹീ പ്രോമിസ് ടു റീ എഡിറ്റ് ദ മൂവി. ആ മൂവി റീ എഡിറ്റ് ചെയ്യാൻ അദ്ദേഹം പ്രോമിസ് ചെയ്തു. ദെൻ എന്ത് സംഭവിച്ചു? ദേ റീ എഡിറ്റഡ് ദ മൂവി ആൻഡ് ദ മൂവി ഈസ് ഇൻ വേരിയസ് തിയേറ്റേഴ്സ്. ഒരുപാട് തിയേറ്റേഴ്സിൽ അത് പോകുന്നുണ്ട്. These are the situations, that is criticisms, disputes, etc. The movie is performing well in box office. ബോക്സ് ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് വിൽക്കുന്ന സ്ഥലങ്ങൾ ആ തിയേറ്ററിന് അർത്ഥമുള്ളൂ. ബോക്സ് ഓഫീസിൽ അത് വളരെ നല്ലവണ്ണം പെർഫോം ചെയ്യുന്നു. So far it has collected 100 crore rupees. ഇത് 100 കോടി അത് കളക്ട് ചെയ്ത് കഴിഞ്ഞു. And it is inching towards, it is moving towards 200 crore club. 200 കോടി ക്ലബിലേക്ക് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കൂടെ കിടപ്പുണ്ട്, ക്രിട്ടിസൈസ് ദ കണ്ടന്റ്. അതായത് ഇഫ് എ സ്റ്റോറി ഈസ് റിലേറ്റഡ് വിത്ത് സം ഹിസ്റ്റോറിക്കൽ ഇവന്റ്, ഇറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ. തികച്ചും സ്വാഭാവികം. കോൺട്രവേഴ്സീസ് വിൽ കം. അങ്ങനെയാണെങ്കിൽ കോൺട്രവേഴ്സീസ് അതായത് വാദപ്രതിവാദങ്ങളും ഉണ്ടാവും. അപ്പം ഇങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കഴിയും. യു ക്യാൻ ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് ആൻഡ് യു ക്യാൻ ടോക്ക് അബൌട്ട് എനി സബ്ജക്റ്റ്. സോ ട്രൈ ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് ആൻഡ് ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് ആൻഡ് ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി ആൻഡ് ഐ വിൽ ബി വിത്ത് യു. ആൻഡ് ഫോർ ദ ടൈം ബീയിങ് I am signing off. Until meet again. Okay, this is Sri.